അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ ടി വി കാണാണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ രാഹുൽ വിളിച്ചേക്കുന്നുണ്ടത്. നമുക്ക് അവനെ ഒന്നും കൂടെ തിരിച്ച് വിളിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഫോണൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് എയർപോർട്ടിൽ വരാനാണ് പറഞ്ഞത്. നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. എയർപോർട്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഗൈസ്, അതുകൊണ്ട് നടന്നുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പതുക്കെ പോകണുള്ളൂ. ഇത് നമ്മുടെ ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷനും ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ എയർപോർട്ടും ഉണ്ട്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ, ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു രാവിലെ വന്നുകൊണ്ടായിരിക്കും. കുറേ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു, ഇവിടെ ആരെയും കാണാനില്ല. രാഹുലിനെയും കാണാനില്ല, എവിടെ പോയി കിടക്കണേ എന്തോ. അതാ പറഞ്ഞു, എടാ അനന്തോ നീ പെട്ടെന്ന് എത്തിയാ? എയർപോർട്ടിൽ സോംബി ഉണ്ടാ? എയർപോർട്ടിൽ സോംബിയാ? ഞാൻ സത്യമാണ് പറയണത്, നീ വിശ്വാസമില്ലെങ്കിൽ പോയി നോക്കി നോക്ക്. ആടാ ഞാൻ പോയി നോക്കാം. അവൻ പറയണ എയർപോർട്ടിൽ സ്വാമിയാണ്. ഞാൻ അവിടെ എന്തോ കണ്ടല്ലോ. എന്താ അമ്മ സ്വാമി ഓടിക്കോ. എൻ്റെ അമ്മച്ചി, അവിടെ സ്വാമി ഉണ്ടായിരുന്നു ഗായ്സ്. അവിടെ ശരിക്കും സ്വാമിയാണ്, നമ്മളെ സിറ്റിയിൽ ശരിക്കും സ്വാമി വന്നു ഗായ്സ്. അവരെന്താ പുറകെ വരണുണ്ട്. അയ്യോ, ആകെ ഞാൻ നടന്ന് വരാത്തത്. ഇതെന്താ പറ്റിയേ? അയ്യോ, ഞാൻ ഇവിടെ തലയടിച്ച് വീണേ.